എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റേഷനരി ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡിലെ സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈദ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി ഒത്തിരി ഹെൽത്തിയാണ് നമ്മൾ റേഷനരി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം കൂടി വേണം കേട്ടോ, നേന്ത്രപ്പഴം. അപ്പോൾ ഇതിൽ കുറച്ച് ടിപ്സ് ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് റേഷനരി നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തതാണ്, മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുത്ത ഫൈനായിട്ടുള്ള റേഷനരീൻ്റെ പൗഡറാണ് കേട്ടോ. പിന്നെ അതിലേക്ക് അതൊരു കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേ കപ്പിന് തന്നെ 1/4 കപ്പ് അളവിൽ റേഷനരി ഞാൻ ജസ്റ്റ് ഒന്ന് കുതിർത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക തരിതരിയായിട്ട് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇതൊരു 1/4 കപ്പുണ്ട്. അപ്പോൾ ഒരു കപ്പിന് 1/4 കപ്പ് ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരം ഈ തരിതരപ്പായിട്ടുള്ള പൊടി ഇല്ലയെന്ന് വെച്ചെങ്കിൽ അതിന് പകരം റവ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പൊടിക്ക് 1/4 കപ്പ് ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഈ അരി ഒന്ന് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടാൽ നന്നായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മില്ലിൽ കൊടുത്ത് പൊടിക്കാനുള്ള റേഷനരി വീട്ടിലുള്ളവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു 2 മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളം വാലാൻ വയ്ക്കുക, എന്നിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിച്ച പൊടി ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു ഏലക്കായ നന്നായിട്ട് പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. നമ്മളെല്ലാ വീടുകളിലും എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ഒരു സ്നാക്സാണ്, എന്നാൽ പോലും ഇതിലുണ്ടാക്കുന്ന രീതിയിൽ ഡിഫറൻസ് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രുചിക്ക് ഡിഫറൻസ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണിലും കുറച്ചും കൂടി കൂടുതൽ നല്ല കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പം നോർമൽ വാട്ടറിൽ ഇതൊന്ന് ഇളക്കി എടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടില്ലേ, വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആദ്യം കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക. എനിക്കിപ്പോൾ ഒരു കപ്പ് പൊടിക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അരി അനുസരിച്ച് പൊടിൻ്റെ ഇത് അനുസരിച്ച് നമുക്ക് ഓരോ പൊടിക്കും ഓരോ വെള്ളമായിരിക്കും. ഇപ്പോൾ ഗോതമ്പ് പൊടിക്ക് വേണ്ട വെള്ളമല്ല, മൈദപ്പൊടിക്ക് അങ്ങനെ കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ലൂസിലാണ് ഞാനിപ്പോൾ കലക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ ഒരു ഏലക്കായ ചേർക്കാനായിട്ട് വിട്ടുപോകല്ലേ കേട്ടോ. ആ ഒരു എന്താ പറയുക, നല്ല രസമാണ് ഇതിൽ കേട്ടോ. നല്ല ക്രിസ്പി ആയിരിക്കും നമ്മളുടെ ഈ ഒരു സ്നാക്സ് ഇതിലിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ റേഷനരിയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വെള്ളത്തിലിട്ട് കുതിർത്തൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. നല്ല രുചിയാണ്. പിന്നെ നമ്മളിത് നമ്മുടെ പഴം നല്ലോണം പഴുത്തിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴമാണ് കേട്ടോ. അത് ഞാൻ തോല് കളഞ്ഞ് നടുവൊന്ന് മുറിച്ചിട്ട് ഇതുപോലെയാണ് ഒരു പീസ് പഴം കൊണ്ട് ഒരു പഴത്തിന് നടുകെ മുറിച്ചിട്ട് അതിൽ ഒരു ഭാഗം കൊണ്ട് 3 പീസ് അങ്ങനെ അതുപോലെ അത്ര തിക്കായിട്ടാണ് നമ്മൾ എടുത്തുള്ളത്. കാരണം അത്യാവശ്യം നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ ഒരു 10 മിനിറ്റോളം നമ്മൾ ഈ പഴമൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഒരു 10-20 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ അപ്പക്കാരോ പൊങ്ങാനായിട്ട് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലത് പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ അപ്പക്കാരോ അപ്പസോഡയോ അങ്ങനെ ഒരു സാധനങ്ങളും ഈസ്റ്റൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്നാൽ മാത്രം മതി. അത് ഗംഭീരമായിട്ടുള്ള മഴ പെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, മഴക്കാരൊക്കെ മൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം മഴ പെയ്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ വിറകടുപ്പിൽ പുറത്ത് വെച്ചിട്ടാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ വിറക് അടുപ്പ് കത്തി ചട്ടി ചൂടാക്കി, അല്ലെങ്കിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഈ എണ്ണയൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമ്മൾ ഈ എണ്ണയിലൊക്കെ പാചകം ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ആ എണ്ണേൻ്റെ ഒരു ടെമ്പറേച്ചർ നമുക്ക് അത്യാവശ്യം ചൂട്, എന്നാൽ ചൂട് ഒരുപാട് കൂടി പോകരുത്, എന്നാൽ പറ്റ കുറഞ്ഞും പോകരുത്. അതിൻ്റെ ഒരു അത്യാവശ്യം ചൂടാവുന്ന ആ ഒരു ഘട്ടത്തിലായിരിക്കണം നമ്മൾ അതിലേക്ക് എന്തും ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഉടനെ നമ്മൾ ഇടുന്ന വസ്തു ആ ഒരു എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പഴം ഓരോന്നായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. റേഷനരി ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയ നല്ല എന്താ പറയുക, ചിപ്സൊക്കെ കിലുങ്ങുന്ന പോലെ കിലുങ്ങുമെന്ന് പറയില്ല, അതുപോലെ അത്രയും മുരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഉണ്ടാക്കിയെടുക്കുമ്പോൾ എത്ര നേരം ഇരുന്നാൽ പോലും ഇത് തണുത്ത് ഇതായി പോവുകയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ നിങ്ങളെല്ലാവരും. ഭയങ്കര രസമാണ്. ഈ ഒരു സാധാരണ നമ്മളിങ്ങനെ ഈ ഒരു ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എള്ളൊന്നും ചേർത്ത് കൊടുക്കില്ല, അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഏലക്കായ ചേർത്ത് കൊടുക്കില്ല. എന്നാൽ അതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ, ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം, കാണാനും നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഒരു
ഒത്തിരി പരന്ന പാത്രമല്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ചീനച്ചട്ടിയാണുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ 3 കൂടുതൽ ഇട്ടത് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ 3 2 ആയിട്ടാണ് ഫ്രൈ ചെയ്തത് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല കളറും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു എള്ളും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് പിന്നെ ഒരു പ്രത്യേക മണമുണ്ട് നമ്മൾ ആ ഏലക്കായ ചേർത്തുകൊണ്ട് കേട്ടോ. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാവിൽ മുക്കിയിട്ട് ആദ്യമൊക്കെ ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്തു. പിന്നെ ഞാൻ വേഗമാവാൻ വേണ്ടിയിട്ട് കൈവച്ച് തന്നെ പഴം എടുത്ത് മുക്കിയിട്ട് പൊരിക്കുകയാണ് ചെയ്തത്. 2 3 ആ ഒരു നിങ്ങൾക്ക് പറ്റുന്ന പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. ഇപ്പോൾ പരന്ന പാത്രമൊക്കെയാണ് കൂടുതൽ ഇട്ട് കൊടുത്തോളൂ. ഇതുണ്ട്, ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള പഴംപൊരി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതൊന്നൊക്കെ ഇപ്പോൾ എന്താ പറയുക, പഴമൊക്കെ എന്താ പറയുക എടുക്കുമ്പോൾ ഒക്കെ ഇച്ചിരി ഡാമേജ് വന്നതൊക്കെ ആ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും ടേസ്റ്റിൽ ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് എന്താ പറയുക, ചിലർ അപ്പക്കാരൊക്കെ ചേർക്കുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല എന്താ പറയുക, ഇങ്ങനെ വീർത്ത് വരുന്ന ആ ഒരു ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ആ ടൈമിൽ പോലും എന്താ പറയുക, ഈ എണ്ണ അധികം നമ്മളാ പൊരിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എണ്ണയല്ലാതെ ഈ ഒരു എണ്ണ അധികം കുടിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് എണ്ണ ഇതുണ്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും തന്നെ നമ്മൾ ഒഴിച്ച എണ്ണ അതിൽ തന്നെ ഉണ്ട്. കാരണം അത്രയും ഗംഭീരമാണ്. ഈ റേഷനരിയാന്ന് വെച്ചിട്ട് അരി എണ്ണ കുടിക്കുന്ന ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അടിപൊളിയായിട്ടുള്ള പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത് ഗംഭീരമാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.